ഞാൻ അഭിന. കോഴിക്കോട് കുറ്റ്യാടിയിലാണ് എൻ്റെ വീട്. കറലി ഞാനിപ്പോൾ ചാണക്യയിൽ CMA USA ചെയ്യാണ്. PG കഴിഞ്ഞിട്ടാണ് ഞാൻ CMA USAക്ക് ജോയിൻ ചെയ്യുന്നത്. ആക്ച്വലി ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യണം എന്നുള്ളത് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. PG കഴിഞ്ഞിട്ട് PhD ചെയ്യണം, അത് കഴിഞ്ഞ് ടീച്ചിങ് ആയിരിക്കണം, അങ്ങനെ ആ ഒരു പ്ലാനോടെ പോകണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ MCOM ചെയ്യുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് പഞ്ചാബിൽ നിന്നായിരുന്നു. ജോലി നോക്കി തുടങ്ങിയപ്പോഴൊരു കാര്യം മനസ്സിലായത്, ഡിഗ്രിയും PG ഒക്കെ ഉണ്ടായിട്ടും വലിയ കാര്യമൊന്നുമില്ല, ആഗ്രഹിക്കുന്ന മാതിരി ഒരു ജോലിയൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഒരു കോഴ്സ് നോക്കാം, എന്തെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ കോഴ്സിനെ പറ്റി അന്വേഷിക്കാനൊക്കെ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിക്കിടയിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു. അപ്പോൾ അവൻ ആ സമയത്ത് ഇവിടെ ചാണക്യയിൽ CMA USA Part 2 ക്വാളിഫൈ ആയിരിക്കുന്ന സമയമാണ്. അപ്പോൾ അവനോട് സംസാരിച്ചപ്പോൾ അവൻ പറഞ്ഞു, എടി നല്ല കോഴ്സാണ്, എടുത്തോ, നമുക്കൊരു 1.5 കൊല്ലം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ അന്വേഷിച്ചപ്പോൾ ഓക്കെ, എന്നെക്കൊണ്ട് താങ്ങാൻ പറ്റിയ കോഴ്സാണെന്ന് മനസ്സിലായി. അങ്ങനെ കോഴ്സൊക്കെ ചൂസ് ചെയ്തു. പിന്നെ എൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചൂസ് ചെയ്യണം എന്നുള്ളതായിരുന്നു, എവിടെ കോഴ്സ് ചെയ്യണം എന്നുള്ളതായിരുന്നു. പക്ഷെ അത് കണ്ടുപിടിക്കാനും വലിയ സമയമൊന്നും വേണ്ടി വന്നില്ല. അവനും ഓൾറെഡി പറഞ്ഞ് എനിക്ക് ചാണക്യനെ പറ്റി കുറേ അറിയാം. പിന്നെ ഞാനും കുറേ നേരിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ ഓക്കെ, ഇത് തന്നെയാണ് എനിക്ക് പറ്റിയ സ്ഥലം എന്നൊക്കെ മനസ്സിലായി. അങ്ങനെ ചാണക്യ ചൂസ് ചെയ്യാൻ ഉണ്ടായിരുന്നത്. ചാണക്യയിൽ വന്നു കഴിഞ്ഞിട്ട് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ ഫാക്കൽറ്റീസും അതുപോലെ തന്നെ ഇവിടെ കോർഡിനേറ്റേഴ്സും എനിക്ക് തന്ന സപ്പോർട്ട് തന്നെയായിരുന്നു. അതായത് ഇവിടുത്തെ ഫാക്കൽറ്റീസിനെ പറ്റി പറയുകയാണെങ്കിൽ, ജസ്റ്റ് പാഠങ്ങൾ പഠിപ്പിച്ച് വിടുക എന്നുള്ളത് മാത്രമല്ല, എല്ലാ കാര്യത്തിലും, അതായത് ത്രൂ ഔട്ട് ദ ജേർണി ഇതുവരെയുള്ള എൻ്റെ എല്ലാ കാര്യത്തിലും അവരെനിക്കൊരു മെൻ്റർ സപ്പോർട്ടായിട്ട്, ഒരു ഇമോഷണൽ സപ്പോർട്ടിന് അവരെ എനിക്ക് കൂടെ നിന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫിയർ ആയിരുന്നു. അതിനുള്ള കഴിവുകൾ വളർത്താൻ വേണ്ടിയിട്ട് അവർ കുറേ അവസരങ്ങൾ എനിക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രസൻറ്റേഷൻസ് ആയാലും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടി നടക്കുകയാണെങ്കിൽ അവിടെ വിളിച്ചുകൊണ്ട് പോയിട്ട് എന്നോട് 2 വാക്ക് സംസാരിക്കാനൊക്കെ പറയായിരുന്നു. എനിക്കിപ്പോൾ സ്റ്റേജ് ഫിയർ ഇല്ല. ആക്ച്വലി ഇവിടെ വന്നിപ്പോൾ ഞാനിങ്ങനെ ഒരു ധൈര്യത്തോടെ 2 വാക്ക് പറയുന്നുണ്ടെങ്കിൽ അതിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് ചാണക്യയിലെ ഫാക്കൽറ്റീസും കോർഡിനേറ്റേഴ്സും തന്നെയാണ്. ഫെയിൽ ആകുമോ എന്നുള്ളതിനേക്കാളും എനിക്ക് പേടി, ഫെയിലായിട്ടുണ്ടെങ്കിൽ അടുത്ത എക്സാം എഴുതാനുള്ള പൈസ ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കും എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ. ഒരു കോൺഫിഡൻസും ഇല്ലായിരുന്നു ശരിക്കും എക്സാം എഴുതാൻ വേണ്ടിയിട്ട്. പക്ഷേ എക്സാം എഴുതുന്നതിന് മുമ്പ് ഞാൻ അജി സാറിനോട് പറഞ്ഞു, സാർ എനിക്ക് നല്ല പേടിയുണ്ട്, ഇതെങ്ങാനും പൊട്ടിക്കഴിഞ്ഞാൽ എനിക്ക് പൈസ ഇല്ല അടുത്ത എക്സാം എഴുതാനുള്ളത് സാറിനോട് പറഞ്ഞു. അപ്പോൾ അജി സാർ പറഞ്ഞു, നീ എന്തിനാ പേടിക്കുന്നത്, പോയി മോക്ക് എക്സാം അറ്റൻഡ് ചെയ്യേ, ഒരു 70% മാർക്ക് മാത്രം കിട്ടിയാൽ മതി, നിനക്ക് റീടേക്ക് കിട്ടുമല്ലോ, അങ്ങനെയാണെങ്കിൽ പിന്നെ പേടിക്കാനില്ല. അഥവാ നീ ഫെയിൽ ആയിട്ടുണ്ടെങ്കിലും അടുത്ത എക്സാം എഴുതാനുള്ള പൈസ നമ്മൾ ചാണക്യ പേ ചെയ്തോളും, നീ ഒന്നും പേടിക്കാനില്ല. അങ്ങനെ അത്രയും ധൈര്യത്തോടെ ഞാൻ പോയി എക്സാം എഴുതി. ഭാഗ്യത്തിന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്യാനും പറ്റി. ഞാൻ MCOM കഴിഞ്ഞ് വരുന്ന സമയത്ത് ഇവിടെ വന്നപ്പോൾ ഞാൻ ആലോചിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് എൻ്റെ കോളേജ് ലൈഫ് മിസ്സാവില്ലേ, പഠനത്തിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു, എന്തായാലും ഒരു പ്രൊഫഷണൽ കോഴ്സാണ്, അപ്പം ഇനി മൊത്തം പഠിത്തം ഉണ്ടാവുള്ളൂ, വേറൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെയായിരുന്നു ശരിക്കും ഇവിടെ ചാണക്യയിൽ ജോയിൻ ചെയ്തത്. പക്ഷെ ഇവിടെ വന്നപ്പം അങ്ങനെ ഒരു അന്തരീക്ഷേ ആയിരുന്നില്ല. എല്ലാ പരിപാടിയും ഇവിടെ നടത്തിയിട്ടുണ്ട്. ഓണം, ക്രിസ്മസ്, ഹോളി, ഇഫ്താർ, ഫിയോണിസ്റ്റ എല്ലാം ഇവിടെ ഉണ്ട്. ഞങ്ങൾ കുറേ ഫ്രണ്ട്സ് കൂടിയിട്ടായിരുന്നു അത് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കത് അത്രയ്ക്ക് ഞങ്ങളത് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും എനിക്ക് ആ ഒരു കോളേജ് ലൈഫ് മിസ്സായൊരു ഫീലിംഗ് ഇവിടെ തോന്നിയിട്ടേ ഇല്ല. ഇവിടെ ജോയിൻ ചെയ്ത സമയത്ത് ഇവിടെ അട്രാക്ട് ചെയ്ത എൻ്റെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടുത്തെ ATP സെഷൻസ് തന്നെയായിരുന്നു. അതായത് അഡ്വാൻസ് ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇപ്പോൾ PG കഴിഞ്ഞിട്ട് 2-3 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത സമയത്ത് എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ സബ്ജക്ട് നോളജ് ഉള്ളതുകൊണ്ട് മാത്രം കാര്യമില്ല, ജസ്റ്റ് പഠിച്ചിറങ്ങിയത് കൊണ്ട് ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയണം, അതുപോലെ തന്നെ നല്ല പ്രസൻറ്റേഷൻ സ്കില്ല് വേണം, അപ്ഡേറ്റ് ആയിരിക്കണം നമ്മൾ. ഇപ്പോൾ Excel ആയാലും Power BI അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ അതിനൊരു കോർപ്പറേറ്റ് ട്രെയിനിങ് പ്രോഗ്രാംസ് ഇവിടുന്ന് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഉണ്ട്, Excel ഉണ്ട്, Power BI ഉണ്ട്, ബേസിക് അക്കൗണ്ടിങ് ടൂൾസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ പ്രസൻറ്റേഷൻസ് ഉണ്ടായിരുന്നു, ടീം വർക്കുകൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മോക്ക് ഇൻ്റർവ്യൂ വരെ ഇവിടുന്ന് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമുക്കൊരു കോൺഫിഡൻസ് ആയി. ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടെങ്കിൽ അവിടെ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, എങ്ങനെ അവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യണം, അവിടെ എങ്ങനെ പോയി ഇരിക്കണം, നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈൽ എങ്ങനെയായിരിക്കണം, ഒക്കെ നമുക്കിപ്പോൾ ഒരു ഐഡിയ ഉണ്ട്. അപ്പം ഇതിലൂടെ നമുക്ക് കുറേ കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. പുതുതായിട്ട്, അതായത് സബ്ജക്ട് നോളജിന് പുറമെ കുറേ കാര്യങ്ങൾ അറിയാനുള്ള അവസരം ഇവിടുന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്.